എതിരാളികളെ ഒരിക്കലും വില കുറച്ച് കാണരുത്. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിലെ അടിസ്ഥാന പ്രമാണമാണിത്. ഇറാനെ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ഈ അടിസ്ഥാന തത്വം ലംഘിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി തകർന്ന ഒരു ഭരണകൂടം, ആഭ്യന്തര സംഘർഷങ്ങളെയും പ്രക്ഷോഭങ്ങളെയും തുടർന്ന് ഭരണനിർവഹണം പ്രതിസന്ധിയിലായ ഭരണ നേതൃത്വം, കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിന യുദ്ധത്തിൽ കണ്ട പ്രതിരോധ സാമഗ്രികൾ, സന്ധി സംഭാഷണം മതിയാക്കി ഇറാനുമേൽ പറന്നിറങ്ങാൻ ട്രംപിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും ആത്മവിശ്വാസം നൽകിയ ഘടകങ്ങൾ ഇതായിരിക്കും. എന്നാൽ ചെയ്തത് എടുത്തുചാട്ടമായി പോയോ എന്ന് വൈകാതെ ഇരുവരും ചിന്തിച്ചു തുടങ്ങുമെന്നാണ് അന്താരാഷ്ട്ര രംഗം നിരീക്ഷിക്കുന്നവരുടെ വിലയിരുത്തൽ. ഇറാൻ വിനാശകരമായ ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ഇറാനുമേൽ ആക്രമണം നടത്തിയത്. യുദ്ധത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങളിൽ അമേരിക്ക ബോംബിടുകയും ചെയ്തു. ദുർബലമായ വ്യോമസേനയുള്ള ഇറാൻ നേരിയ പ്രതിരോധമാണ് ഇസ്രയേലിനെതിരെ ഉയർത്തിയത്. ഇറാന്റെ ആകാശം ഇസ്രയേൽ വിമാനങ്ങൾ അടക്കി വാഴുകയും ചെയ്തു. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചെങ്കിലും ഒരു പരിധിവരെ അവയെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനുമായി. എന്നാൽ അന്ന് കണ്ട ഇറാനല്ല ഇപ്പോഴുള്ളത് എന്നാണ് വിവരം. സംഘർഷത്തിന് ശേഷം ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും വൻതോതിൽ പടക്കോപ്പുകൾ ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധത്തെ തുടർന്ന് മറ്റു രാജ്യങ്ങളുമായി ആയുധ ഇടപാട് നടത്താൻ ഇറാന് വിലക്കുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥകളിൽ നേരിയ ഇളവുണ്ടായ 2023 കാലയളവിൽ റഷ്യയുമായും ചൈനയുമായും വിവിധ ആയുധ കരാറുകൾ ഇറാൻ സാധ്യമാക്കിയിട്ടുണ്ട്. ഈ കരാർ പ്രകാരം റഷ്യയിൽ നിന്ന് യുദ്ധവിമാനങ്ങളും ചൈനയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകളും ഇറാന് രഹസ്യമായി ലഭിച്ചെന്നാണ് വിവരം. ആണവ കരാറിന്റെ പേരിൽ ഇറാനുമേൽ അന്താരാഷ്ട്ര ഉപരോധം കടുപ്പിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ഇത്തരം നിയന്ത്രണങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് റഷ്യയും ചൈനയും സ്വീകരിച്ചത്. ഇറാനുമായുള്ള ആയുധ ഇടപാടുകൾ സുഗമമാക്കാനും ഈ പരസ്യ നിലപാട് കാരണമായി. റഷ്യയുടെ വിമാനവേദ സംവിധാനമായ 9K336 വെർബ സ്വന്തമാക്കാൻ $584 മില്യൺ കരാർ ഇറാൻ ഉറപ്പിച്ചു. കരാർ പ്രകാരം ഈ സാമഗ്രികൾ 2027-29 കാലയളവിലാണ് ലഭിക്കേണ്ടതെങ്കിലും ഇവ ഇതിനോടകം ഇറാനിൽ എത്തിയതായാണ് വിവരം. സൈനികർക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന ഈ വ്യോമപ്രതിരോധ സംവിധാനം താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും തുരത്താൻ പര്യാപ്തമാണ്. ചൈനയുടെ CM-302 എന്ന കപ്പൽ വേദ മിസൈലുകൾ ലഭ്യമാക്കാനായി ഇറാൻ 2024 മുതൽ ശ്രമം നടത്തിയിരുന്നു. ഇത് ഇറാനിൽ ഇതിനോടകം ചൈന എത്തിച്ചതായാണ് വിവരം. 290 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈൽ കരയിൽ നിന്നും കടലിൽ നിന്നും പ്രയോഗിക്കാനാകും. ഇറാനെ ലക്ഷ്യമിട്ട് USS ജെറാഡ് ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ എന്നീ വിമാനവാഹിനി കപ്പലുകൾ അടക്കം വൻ കപ്പൽ പടയാണ് അമേരിക്ക മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത്. ഡ്രോൺ നിർമ്മാണ ഹബ് എന്ന നിലയിൽ റഷ്യയ്ക്ക് പോലും ഡ്രോണുകൾ നൽകുന്ന ഇറാൻ അമേരിക്കൻ വെല്ലുവിളി നേരിടാൻ ചൈനയിൽ നിന്ന് ഡ്രോണുകളും എത്തിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന കാമിക്കാസെ ഡ്രോണുകളുടെ വൻ ശേഖരം ഇറാനിൽ എത്തിച്ചതായാണ് വിവരം. ചൈനീസ് നിർമ്മിത ഭൂതല മിസൈലുകളും ഇറാന് നൽകിയിട്ടുണ്ട്. HQ-16, HQ-17 എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ചൈനയുടെ DF-17 ഗ്ലൈഡ് മിസൈലുകൾ വേണമെന്ന ആവശ്യവും ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. ഉപരോധവും വിദേശ നാണയ വിനിമയത്തിൽ നിയന്ത്രണവും നേരിടുന്ന ഇറാൻ എണ്ണയ്ക്ക് പകരമായാണ് ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ 56 മണിക്കൂറിനിടെ 16 ചൈനീസ് ചരക്ക് വിമാനങ്ങളാണ് ഇറാനിൽ ആയുധങ്ങളുമായി ലാൻഡ് ചെയ്തത്. ഫെബ്രുവരിയിൽ റഷ്യൻ ചരക്ക് വിമാനമായ IL-76TD 10 ദിവസത്തിനിടെ 4 തവണയാണ് ഇറാനിൽ വന്നിറങ്ങിയത്. ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം നടത്തിയവരെ വേട്ടയാടിയെന്നും ഇവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് യുദ്ധാഹ്വാനം നടത്തുന്നത്. ഇറാനിലുള്ള ഇസ്ലാമിക ഭരണകൂടത്തെയും അവരുടെ നേതാവ് അയത്തുള്ള അലി ഖമേനിയെയും പുറത്താക്കുമെന്നും ട്രംപ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇറാനുമായി ജനീവയിൽ ചർച്ചകൾക്കും തുടക്കമിട്ടിരുന്നു. ആണവായുധ പദ്ധതികൾ നിർത്തിവെക്കാമെന്നും ഊർജ ആവശ്യങ്ങൾക്ക് ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നത് അനുവദിക്കണമെന്നും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നുമായിരുന്നു ഇറാന്റെ ആവശ്യം. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തണമെന്നും ദൂരപരിധി കുറയ്ക്കണമെന്നും അമേരിക്ക വ്യവസ്ഥ വെച്ചു. 2 വട്ട ചർച്ചകൾ കാര്യമായ തീരുമാനമില്ലാതെ പിരിയുകയും എന്നാൽ തുടർ ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നിടുകയും ചെയ്തിരുന്നു. സംഘർഷത്തിന് സംഭാഷണത്തിലൂടെ പരിഹാരമുണ്ടാകും എന്ന സൂചന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഏറ്റുമുട്ടൽ തുടങ്ങിയത്. പരിമിതമായ ആക്രമണമാണ് പദ്ധതിയിടുന്നതെന്നാണ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 1978 നടന്ന ഇസ്ലാമിക വിപ്ലവത്തിലൂടെയാണ് ഇറാനിൽ ഇസ്ലാമിക യാഥാസ്ഥിതിക ഭരണകൂടം നിലവിൽ വന്നത്. അതിനു മുൻപുണ്ടായിരുന്ന രാജഭരണകാലത്ത്
അമേരിക്കയുടെ ആജ്ഞാനുവർത്തിയായ റേസ ഷാ പഹ്ലാവി ആയിരുന്നു ഇറാൻ ഭരിച്ചിരുന്നത്. ലോകത്തെ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് ഇറാൻ. ഇറാനിലെ വൻ എണ്ണ നിക്ഷേപം തങ്ങളുടെ വരുതിയിലാക്കുക, അതിനായി തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പാവ സർക്കാരിനെ അവരോധിക്കുക എന്നതാണ് അമേരിക്കൻ ലക്ഷ്യം. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ തുടർന്ന് സാമ്പത്തിക നില താളം തെറ്റുകയും ഇറാൻ കറൻസിക്ക് വലിയ വിലയിടിവുണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനു മുമ്പ് തന്നെ ഇസ്ലാമിക ഭരണകൂടം അടിച്ചേൽപ്പിച്ച യാഥാസ്ഥിതികമായ നിയന്ത്രണങ്ങൾക്കെതിരെ ഹിജാബ് ബഹിഷ്കരണ സമരങ്ങളുമായി സ്ത്രീകളടക്കമുള്ളവരും രംഗത്ത് വന്നിരുന്നു. സമരങ്ങളെ ഭരണകൂടം അടിച്ചമർത്തിയതിനെ തുടർന്ന് 3110 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. 36,000-ൽ പരം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും കഴിഞ്ഞ ജൂണിൽ ഇറാനിൽ നടത്തിയ സൈനിക നടപടിക്ക് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് പേര് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന സൈനിക നടപടിക്ക് ലയൺസ് റോർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വിവിധയിടങ്ങളിൽ മിസൈലുകൾ പതിച്ചു. യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജംഹൌരിയിലും വൻ സ്ഫോടനങ്ങൾ നടന്നു. വടക്കൻ മേഖലയായ സയ്യിദ് ഖാൻദാൻ ഏരിയയിലും സ്ഫോടനം നടന്നിട്ടുണ്ട്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിയും തുടങ്ങി. ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയ്ക്ക് സൈനിക താവളം അനുവദിച്ചിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾക്ക് നേരെയും അമേരിക്കൻ ബന്ധമുള്ള വ്യക്തികളും സ്ഥാപനങ്ങൾക്കും എതിരെയും പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഭൂമിശാസ്ത്രപരമായി ഇറാനും ഇസ്രയേലും ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ അന്തരമുള്ളത് തന്നെയാണ് കാരണം. മിഡിൽ ഈസ്റ്റിൽ 10 രാജ്യങ്ങളിലായി 19 ഇടങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഇതിൽ ഖത്തറിലെ അൽ ഉബൈദ് എയർബേസ് ആണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ സൈനിക താവളം. ഇവിടെ മാത്രം 10,000-ഓളം അമേരിക്കൻ സൈനികരും 100 കണക്കിന് യുദ്ധവിമാനങ്ങളുമുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ്, UAE, സൗദി, ജോർദാൻ, ഇറാഖ്, സിറിയ, തുർക്കി എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ സൈനിക താവളങ്ങളുള്ളത്. 2003-ൽ നടന്ന ഇറാഖ് അധിനിവേശ കാലത്തുണ്ടായതിനേക്കാൾ വലിയ സൈനിക വ്യൂഹമാണ് അമേരിക്ക ഇപ്പോൾ മേഖലയിൽ എത്തിച്ചിരിക്കുന്നത്. ആധുനിക യുദ്ധവിമാനങ്ങളായ F-35, F-22, ബോംബർ വിമാനങ്ങളടക്കമുള്ള യുദ്ധവിമാനങ്ങളും 50ഓളം ടാങ്കർ വിമാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. കൂടാതെ നിരീക്ഷണ വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും വലിയ നിരയും ഒരുക്കിയിട്ടുണ്ട്. ജോർദാനിൽ മാത്രം 60ഓളം അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ എത്തിയിട്ടുണ്ട്. 2 വിമാനവാഹിനി കപ്പലുകളിൽ 90-ലധികം വിമാനങ്ങളുണ്ട്. ഡിസ്ട്രോയറുകളടക്കം നിരവധി യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അമേരിക്ക അണിനിരത്തിയിട്ടുണ്ട്. യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്ന നടപടിയെടുക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എണ്ണക്കടത്തിൽ 20% ഹോർമൂസ് കടലിടുക്ക് വഴി നടക്കുന്നതിനാൽ സംഘർഷ സാഹചര്യം അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ വലിയ ആശങ്കയുണ്ടാക്കും. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ മിഡിൽ ഈസ്റ്റിലെ വിവിധ കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിടുന്നതിനാൽ തന്നെ ഈ മേഖല ഒന്നാകെ ഇപ്പോൾ വലിയ ഒരു സുരക്ഷാ ആശങ്കയിലാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലടക്കമുള്ള മലയാളികളടക്കമുള്ള പ്രവാസികളുടെ ജീവന്റെ സുരക്ഷയെക്കുറിച്ചും ഇപ്പോൾ ആശങ്ക ഉയരുകയാണ്.